കോട്ടയം എറണാകുളം സംസ്ഥാന പാതയ്ക്ക് സമാന്തരമായി പൊതുമരാമത്ത് വകുപ്പ് നിർമ്മാണം പൂർത്തീകരിച്ച കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് ജനങ്ങൾക്കായി തുറന്നു. കടുത്തുരുത്തി ടൗണിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ 32 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് റോഡ് ജനങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്രദമായ വികസന പദ്ധതി കൂടിയാണ്. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിന്റെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് നാടിന്റെ ചിരകാല അഭിലാഷമായ കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാക്കുവാൻ നിരന്തരമായ പരിശ്രമം നടത്തിയത് ജലവിഭവ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മോൻസ് ജോസഫാണ്. കടുത്തുരുത്തി ITC ജംഗ്ഷന് സമീപത്ത് നിന്നാരംഭിച്ച് ബ്ലോക്ക് ജംഗ്ഷനിൽ അവസാനിക്കുന്ന പുതിയ ബൈപ്പാസ് റോഡിന് 1.5 കിലോമീറ്റർ ദൂരമാണുള്ളത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കും കാൽനട യാത്രക്കാർക്കും ഉപകാരപ്രദമാകുന്ന വിധത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഫ്ലൈ ഓവർ, കടുത്തുരുത്തി വലിയ തോടിന് കുറുകെയും ചുള്ളിത്തോടിന് കുറുകെയും 2 പാലങ്ങൾ, ബാക്കി വരുന്ന ഭാഗം മണ്ണിട്ടുയർത്തി പുതിയ റോഡ് നിർമ്മാണം എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയാണ് കടുത്തുരുത്തി ബൈപ്പാസിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. ബൈപ്പാസ് ജംഗ്ഷനിൽ വെച്ച് മുഖ്യമന്ത്രിയെ ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് സ്വീകരിച്ചാനയിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് റോഡ് ഉദ്ഘാടനം ചെയ്തു. സന്തോഷകരമായ മുഹൂർത്തമാണ്. ഏറെ നാളത്തെ കടുത്തുരുത്തിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഈ മനോഹരമായ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമാണ്. കടുത്തുരുത്തിയുടെ വികസന നായകനായ ശ്രീ മോൻസ് ജോസഫ് അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ നൽകിയ ഈ പദ്ധതി പല കാരണങ്ങൾ കൊണ്ടാണ് വൈകിയത്. ഞാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇന്നത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അതിലൂടെ പോകുമ്പോൾ കടുത്തുരുത്തിയിലെ ഒരുപാട് നാളത്തെ സ്വപ്നം, ആ ജംഗ്ഷനിലെ തിരക്ക് കുറയ്ക്കണം എന്നുള്ള ഒരുപാട് പേരുടെ, ഞങ്ങളെല്ലാം നിരന്തരമായി യാത്ര ചെയ്യുന്ന ആളുകളാണ്, ആ തിരക്കെല്ലാം കുറയ്ക്കാൻ കഴിയുന്ന വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഈ പദ്ധതി നടപ്പാക്കി അത് പൂർത്തീകരിച്ചതിന് പ്രിയങ്കരനായ നിങ്ങളുടെ ജനനായകൻ ഞാൻ മോൻസ് ജോസഫിനെ പ്രത്യേകമായി അഭിനന്ദിക്കാൻ അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇപ്പോഴും ഒരു വിട്ടുവീഴ്ചയില്ല കാര്യത്തിൽ. എന്റെ അടുത്തൊക്കെ നിരന്തരമായി കത്തുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കടുത്തുരുത്തിയുടെ കാര്യത്തിലല്ല. ബഹുമാനപ്പെട്ട MP അതിന് പിന്തുണയുമായി കൂടെയുണ്ട്. കടുത്തുരുത്തിയിൽ നിന്ന് നിങ്ങളുടെ MLAയും മന്ത്രിയും MP എല്ലാം മുന്നോട്ട് വയ്ക്കുന്ന മുഴുവൻ കാര്യങ്ങളും സമയബന്ധിതമായി നമുക്ക് ഈ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയും. കോട്ടയത്തെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ, കോട്ടയത്തിന് പ്രാധാന്യം കിട്ടുന്ന, നമ്മുടെ റബ്ബർ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന നിരവധി പദ്ധതികൾ ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഒരുപാട് മാറ്റങ്ങൾ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് കോട്ടയം പോർട്ടിന്റെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി പദ്ധതികൾ കോട്ടയം കേന്ദ്രീകരിച്ച് നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയും. കാർഷിക മേഖലയ്ക്ക് ഉണർവ് നൽകുന്ന പദ്ധതികൾ ഉണ്ടാവും. പറഞ്ഞ് 250 രൂപയാക്കിയിട്ടുള്ളൂ, 300 രൂപയാക്കും, ആവശ്യമൊന്നുമല്ല. അതാണ് നമ്മൾ പറഞ്ഞ മാത്രം നമ്മൾ കൂട്ടും. ആദ്യത്തെ ഇതിൽ തന്നെ ബജറ്റിൽ തന്നെ നമ്മൾ പ്രഖ്യാപിച്ചല്ലോ, അടുത്തത് കൂട്ടും ഉറപ്പായിട്ട്. കർഷകരെ എന്റെ കണ്ണീര്, ഈ ഭൂമിയിൽ കർഷകന്റെ കണ്ണീര് വീഴാൻ അനുവദിക്കില്ല എന്നാണ് സർക്കാരിന്റെ അതിശക്തമായ നിലപാട്. കർഷകരോടൊപ്പം ഉണ്ടാകും, ജനങ്ങളോടൊപ്പം ഉണ്ടാകും, സാധാരണക്കാരോടൊപ്പം ഉണ്ടാകും. അവരുടെ കൂടെ നിന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നല്ല ജനപ്രതിനിധികൾ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാവുന്ന ജനപ്രതിനിധികളുണ്ട് ഈ ജില്ലയിൽ നിന്ന്. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇതുവരെ ഇല്ലാത്ത ഉജ്ജ്വലമായ ഒരു മാറ്റം നമ്മുടെ ഈ കോട്ടയം ജില്ലയിൽ ആവിഷ്കരിക്കും എന്നുള്ള വാക്ക് മാത്രമാണ് ഞാൻ നൽകുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് ഉദ്ഘാടനം നിർവഹിച്ച് ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ചെയ്തുകൊണ്ട് ഈ ബൈപ്പാസ് റോഡ് നാടിന് സമർപ്പിക്കുന്ന ധന്യമായ മുഹൂർത്തമാണ് ഇപ്പോൾ നടക്കുന്നത്. ജലവിഭവ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് അധ്യക്ഷനായിരുന്നു. ബൈപ്പാസ് റോഡിലേക്ക് കടക്കുന്ന ജംഗ്ഷനിലേക്ക് വരാൻ ഒരു വർഷത്തെങ്കിലും ഫുട്പാത്ത് ആളുകൾ നടക്കാൻ മാർഗമില്ല, ആളുകൾ കഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് സ്കൂളിലേക്ക് പോകുന്നവരുണ്ട്, നാട്ടിലെ ആളുകളുണ്ട്, എല്ലാവർക്കും വേണ്ടി ഒരു വർഷത്തെങ്കിലും ഫുട്പാത്ത് കൊടുത്തുകൊണ്ട് റോഡിൽ കുറച്ചുകൂടി വീതി കിട്ടുന്ന വിധത്തിൽ ഇടുങ്ങിയ സ്ഥിതിയിൽ നിൽക്കുന്ന ITC പോരുന്ന നമ്മുടെ ഇപ്പോഴത്തെ ഭാഗം വീതി കൂട്ടി ക്രമീകരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പൊ ഇതിന് 10 കോടി രൂപ വേണം. എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി 10. അതിന്റെ കൂടെ അടുത്തുള്ള ടൗൺ നവീകരിക്കുകയാണ്. ഫുട്പാത്ത് എല്ലാം വൃത്തിയാക്കുക, അവിടെ നമുക്ക് റെയിൽ കൊടുക്കേണ്ടതില്ല, സൈഡ് റെയിൽ കൊടുക്കുക, റോഡ് സൈഡെല്ലാം ക്ലീൻ ആക്കുക. ബ്ലോക്ക് ജംഗ്ഷൻ മുതൽ ITC ജംഗ്ഷൻ വരെ നമ്മുടെ മെയിൻ റോഡും ഇരുവശത്തും ഫുട്പാത്ത് കഴിച്ച് ഈ പള്ളയെല്ലാം പിടിച്ച് നടക്കാൻ വയ്യാത്ത അവസ്ഥ മാറ്റി ക്ലീൻ റോഡാക്കി ആ ഭാഗം മാറ്റുകയാണ്.
അപ്പൊ ഇതൊരു സെൻട്രൽ കടുത്തുരുത്തി പട്ടണം നടക്കും. ചുറ്റും നമ്മുടെ ബൈപ്പാസും സെൻട്രൽ റോഡും എല്ലാം ചേർന്ന് മനോഹരമായ ഒരു സ്ഥിതിയിലേക്ക് ഈ കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും. അതിനുള്ള 10 കോടി രൂപ ഈ വർഷത്തെ ബഡ്ജറ്റിൽ പുതിയ മുഖ്യമന്ത്രി ധനകാര്യമന്ത്രി എന്ന നിലയിൽ കടുത്തുരുത്തിയുടെ പ്രപ്പോസലായി അതിൽ ഉൾപ്പെടുത്തി അംഗീകരിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ അതിന് സാങ്ഷൻ കിട്ടും. 1 വർഷത്തിനകം അതിന്റെ നടപടികളിലേക്ക് നമ്മൾ കിടക്കും. ബൈപ്പാസിന് സ്ഥലം വിട്ടുതന്നവരെ മുഖ്യ അതിഥി അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പി അനുമോദിച്ചു. കോട്ടയം ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ IAS, പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയർമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റ് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.